മോദി പ്രശംസയെ ന്യായീകരിച്ച് ഡോക്ടർ ശശി തരൂർ MP ഭാരതീയനായാണ് സംസാരിച്ചതെന്നും രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നും ശശി തരൂർ പറഞ്ഞതിലേക്ക്. ഞാൻ എന്റെ പാർലമെന്റ് പ്രസംഗത്തിൽ പറഞ്ഞതൊക്കെ റെക്കോർഡിലാണ്, നിങ്ങൾ അവിടെ കേട്ടിട്ടുണ്ടാവും. ഇവിടെ പറഞ്ഞത് റെക്കോർഡിലാണ്. ഞാൻ ഭാരതം പീസ് കീപ്പിംഗിൽ സമാധാന സുരക്ഷത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഉറപ്പം നമ്മൾ പറഞ്ഞാൽ നമ്മളുടെ രാജ്യത്ത് റഷ്യയും യുക്രൈൻ രണ്ട് രാജ്യങ്ങളൊപ്പം ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ അനുസരിച്ച് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊരു റിക്വസ്റ്റ് വന്നാൽ ഇന്ത്യക്ക് പങ്കെടുക്കാൻ സാധിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡ് അങ്ങനെ ആയിരുന്നില്ല. കാരണം ഞാനാണ് പറഞ്ഞത് UN ചാർട്ടറും സ്റ്റേറ്റ് സോവറിറ്റിയും ഈ ബോർഡേഴ്സിനെ വയലേറ്റ് ചെയ്തതും ഇതിനൊക്കെ നമ്മൾ റഷ്യയുടെ എതിരെ നിൽക്കുന്നു. അപ്പോൾ റഷ്യയുടെ എതിരെ നിൽക്കാത്ത കാര്യം രണ്ട് ഭാഗത്തും നല്ല സമ്പർക്കമുണ്ട്, അത്രയേ ഉള്ളൂ. ഇത് വലിയൊരു അതിശയമുള്ള കാര്യം. ഞാൻ ഒരു ഭാരതീയനായിട്ട് സംസാരിച്ചൊരു വിഷയമാണ്, പക്ഷെ ഇതിൽ രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല കേട്ടോ. ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട്. ബൽറാം, നേരത്തെ നമുക്കറിയാം യുക്രൈൻ റഷ്യ യുദ്ധം വന്ന സമയത്ത് ഡോക്ടർ ശശി തരൂർ അന്ന് ഇന്ത്യ സ്വീകരിച്ച നിലപാടിന് വിമർശനം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ അപലപിക്കാൻ തയ്യാറാകാത്ത ഇന്ത്യയുടെ നിലപാടിന് അന്ന് അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നു. UN ചാർട്ടറിന്റെ ലംഘനമാണിത് എന്നതടക്കം ചൂണ്ടിക്കാട്ടിയിരുന്ന നേതാവ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന് ഇന്ന് ഈ ഒടുവിൽ നടത്തിയിരിക്കുന്ന ന്യായീകരണത്തിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭാരതീയനായാണ് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നയം മാറ്റം എന്ന് തന്നെയല്ലേ? തീർച്ചയായും അനുജ, ഈ നയം മാറ്റം ഉണ്ടായിരിക്കുന്നു. ഒപ്പം അതിനെ ന്യായീകരിക്കുക കൂടിയാണ് ശശി തരൂർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ ചെയ്തത്. കഴിഞ്ഞ ദിവസം റെയ്സിന ഡയലോഗിനിടെയാണ് അദ്ദേഹം ഈ നയം കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തിയത്, അല്ലെങ്കിൽ അത് അദ്ദേഹം വെളിപ്പെടുത്തിയത്. നേരത്തെ താൻ സ്വീകരിച്ച നയം അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ഉക്രൈൻ റഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട് ശശി തരൂർ നേരത്തെ കടുത്ത വിമർശനവുമായി കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വരികയും അത് പ്രധാന ആയുധമാക്കിയാണ് പ്രതിപക്ഷം, കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ ആ നയം മാറ്റിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് റെയ്സിന ഡയലോഗിൽ പങ്കെടുത്തുകൊണ്ട് ശശി തരൂർ നടത്തിയത്. നേരത്തെ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ മോദി നടത്തിയ ഇടപെടൽ ശരിയാണ് എന്ന നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. യുക്രൈൻ പ്രസിഡന്റിനെയും റഷ്യൻ പ്രസിഡന്റിനെയും ആലിംഗനം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ട് എന്ന അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നു. ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ നയങ്ങളെ അദ്ദേഹം പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും അതിനെ ആ ഒരു നിലപാട് മാറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഭാരതീയൻ എന്ന നിലയിലാണ് താൻ പ്രതികരിച്ചത്, അതിൽ രാഷ്ട്രീയമില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്. അനുജ, ശരി. റഷ്യ യുക്രൈൻ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടിനെ പ്രശംസിച്ച് നരേന്ദ്രമോദിയെ പ്രശംസിച്ച് അദ്ദേഹം നേരത്തെ രംഗത്തെത്തിയിരുന്നു. അതിനെ ന്യായീകരിക്കുന്നു. ഭാരതീയൻ എന്ന തരത്തിലാണ് താൻ പറഞ്ഞത്, രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നതാണ് വിശദീകരണം.